മുമ്പിൽ വെച്ച് ആദർശിനെ ദേവയാനി കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിനും ദേവയാനി ചോദിക്കാണ്, എന്താ ആദർശ്, എന്നെ നിന്റെ ഉദ്ദേശം ചോദിക്കുന്നു. എന്താമ്മേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയുമ്പോ, ഓഹോ അപ്പൊ നിനക്കൊന്നും മനസ്സിലായില്ലേ, നിന്റെ ഭാര്യനെ ഇപ്പൊ നീ തലയിലും താഴ്ത്തൊന്നും അല്ല വെക്കുന്നത്, എന്ത് സ്നേഹ എന്ത് കെയറിങ്, അതും എന്റെ മുമ്പിൽ വെച്ച് അവക്ക് വാരി കൊടുക്കുന്നു, പുതിയ നെക്ലേസ് കൊണ്ട് കൊടുക്കുന്നു. ഇത്രയും കാലമായിട്ടും ആദ്യത്തെ ഡിസൈൻ നീ എനിക്ക് അവിടെ തന്നോണ്ടിരുന്നത്, നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആദർശ് പറയാണ്, അമ്മേ അത് എന്ന് പറയുമ്പോ, വേണ്ട നീ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ നിനക്ക് നിന്റെ ഭാര്യയെ മാത്രം മതി, നിന്റെ അമ്മേനെ വേണ്ട എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ആദർശ് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ മുത്തശ്ശന്റെ കാര്യം ഇങ്ങനെ ഓർക്കാണ് കേട്ടോ. ആ ഒരു കാര്യം ആളോട് പറയില്ലെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് ആദർശിന്റെ കണ്ണ് നിറയുന്നു. ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞ് ആദർശിനെ പിടിച്ച് തിരിക്കുമ്പോഴേക്കും ആദർശിന്റെ കണ്ണ് നിറഞ്ഞു നിന്നിട്ട് രമേൻ ചോദിക്കാണ്, എന്താ മോനെ, എന്താ പറ്റിയേ, നിന്റെ മനസ്സിലെന്താ, അമ്മയോട് പറ എന്ന് പറയുമ്പോഴേക്കും, അമ്മേ എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്, അത് ആരോടും എനിക്ക് പറയാൻ സാധിക്കില്ല, ഈ നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, ഈ ലോകത്തുള്ള ഒരാളുടെ പോലും എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു ധർമ്മസങ്കടത്തില ഞാൻ ഇപ്പോൾ. അത് മാത്രല്ല ഇതൊക്കെ ഒരു വിധിയാ അമ്മേ, ഞാൻ സത്യം പറ അവളോട് കാണിക്കുന്ന സ്നേഹമൊന്നും യാഥാർത്ഥ്യമല്ല, എല്ലാം വെറും അഭിനയം മാത്രമാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കണം, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്നെ കബളിപ്പിക്കുകയാണ്, നിനക്കിപ്പോ നിന്റെ ഭാര്യയെ മതിയല്ലോ, നിനക്ക് രണ്ടുപേരെ വിട്ട് ആരെ വിട്ട് കളയാൻ പറ്റില്ല നീ പറഞ്ഞില്ലേ, അപ്പോ അതിനർത്ഥം നിനക്ക് നിന്റെ ഭാര്യയെ കളയാൻ പറ്റില്ല, അമ്മയെ കളയാന്നല്ലേ, ആയിക്കോട്ടെ നിന്റെ അമ്മേനെ നീ കളഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അതല്ല അമ്മേ, അമ്മ എന്നെ വിശ്വസിക്കണം, സത്യമായിട്ട് ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് ദേവയുടെ കയ്യിൽ പിടിച്ചിട്ട് ആദർശ് പറയാണ്, എനിക്ക് അവളോട് അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ ഞാൻ കാണിക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രം, ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ദേവേനോട് പറയാണ്. അപ്പോഴേക്കും ദേവേനെ ചോദിക്കാണ്, എന്താ ആദർശേ, നിന്നെ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയേ, ഈ അമ്മയോട് പറ, അമ്മേ ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് ദേവയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, സത്യമായിട്ട് ഞാൻ പറയാ, നയനയുമായിട്ട് എനിക്ക് മറ്റൊരു വിധത്തിലുള്ള അടുപ്പവും ഇല്ല, അമ്മ പറഞ്ഞ് വിശ്വസിക്കണം, ഇതെല്ലാം ഒരു നാടകം മാത്രമാണെന്നൊക്കെ പറയുമ്പോ ദേവയാനി ചോദിക്കാണ്, അപ്പൊ ഈ അവളോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ചുമ്മാതാണോ എന്നൊക്കെ ചോദിക്കുമ്പോ, അതേ അമ്മേ, അത് നയനയ്ക്കറിയോ നീ കാണിക്കുന്നൊക്കെ ചുമ്മാതാന്ന്. അപ്പൊ ആദർശ് പറയണേ, ഇല്ലമ്മേ, അവളും ഞാൻ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലാ. അപ്പോഴേക്കും ദേവയാനി ചോദിക്കാണ്, ഒരിക്കൽ നീ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ കപടമാണെന്ന് പറഞ്ഞാല് അവള് തകർന്നു പോവില്ലേ, ഒരു പെണ്ണിനെയും അങ്ങനെ സ്നേഹം കാണിച്ച് വഞ്ചിക്കരുതെന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അമ്മേ അതെന്ന് പറയുമ്പം അത് എന്തൊക്കെയാണേലും ഒരു പെണ്ണിനെ സ്നേഹം കാണിച്ച് ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല, നീ ഇപ്പൊ ചെയ്യുന്നത് വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആദർശ് പോയിട്ട് ജയനോട് പറയാണ്, അച്ഛാ ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല, ഇപ്പൊ മുത്തശ്ശനോട് ഞാൻ വാക്കും കൊടുത്തു, അമ്മയാണെങ്കിലോ അതിലപ്പുറം എന്നോട് ബഹളമാണ്, അതിനുപരി ഞാൻ ഈ നയനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കള്ളമാണെന്ന് നയനെ അറിഞ്ഞാലുള്ള അവസ്ഥ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി, പിന്നെ എനിക്കൊരു മനസ്സമാധാനം കിട്ടിയില്ല, അവളുടെ പ്രതികാരം പിന്നെ അങ്ങനെ ആയിരിക്കുന്നത് നമുക്ക് പറയാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ജയൻ പറയാണ്, അവളെ നിനക്ക് സ്വീകരിക്കാതിരിക്കാൻ അവൾ അത്ര തെറ്റുകാരിയൊന്നും അല്ലല്ലോ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ പാവ, അവളെപ്പോലെ പെണ്ണെ നിനക്ക് കിട്ടാൻ നീ പുണ്യം ചെയ്യണം, അതുകൊണ്ട് നീ ഇപ്പൊ കാണിക്കുന്ന ഈ കള്ളസ്നേഹം അങ്ങ് യാഥാർത്ഥ്യമാക്കിയേക്കുക, അവളെ മനസ്സറിഞ്ഞങ്ങ് സ്നേഹിക്കുക, ഇതാണ് അതിനുള്ള ഒരേ ഒരു പോംവഴി എന്നൊക്കെ ജയൻ പറഞ്ഞിട്ട് ജയനോടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ദേവേനോട് ജയനോട് ചോദിക്കാണ്, സത്യം പറ അന്ന് എന്താ സംഭവിച്ചത്, അന്ന് മുതലാ നിങ്ങൾക്ക് ഈ മാറ്റമൊക്കെ തുടങ്ങിയത്, അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ അന്നേ പറഞ്ഞില്ല ദേവയാനി, അച്ഛനൊരു കുഴപ്പമില്ല. ദേവേനോട് ചോദിക്കാണ്, പിന്നെ എന്താ രണ്ടുപേരും ഇങ്ങനെ, ആദർശനോട് ചോദിച്ചപ്പം ആദർശ് കിടന്ന് കരയുക, നിന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവന്റെ മനസ്സ് ആകെ തകർന്നിരിക്കുക, അവന്റെ സംസാരത്തിന് തന്നെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ ജയൻ പറയാണ്, നീ കൂടുതലായിട്ട് ചോദിച്ച് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ വീട്ടില് ആവശ്യമായിട്ട് ബഹളോ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജയൻ പറയുമ്പോ ദേവേനി പറയാണ്, എല്ലാരും ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളും മകനും മുത്തശ്ശനും എല്ലാവരും, അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാതായാലും ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്നേക്കുമായി ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് ദേവേനി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോളില് മുത്തശ്ശനും ജയനും ആദർശം കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് പറയാണ്, അച്ഛാ പുറത്ത് ഒരു നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട് അമേരിക്കയില്, അവിടേക്ക് നമുക്ക് പോകാം, പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയാണ്, എടാ എന്റെ വിധി ഏതാണ്ടൊക്കെ തീരുമാനമായി കഴിഞ്ഞു, ഇത്രയും പ്രായമായില്ലേ എനിക്ക്, ഇത്രയും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയില്ലേ, എന്റെ കഥ ഓൾറെഡി ഈശ്വരൻ എഴുതി വെച്ചിരിക്കുന്നതാ, അതിന് മാറ്റം വരുത്താൻ ഇനി ആരെക്കൊണ്ട് സാധിക്കില്ല, അതുകൊണ്ട് എവിടെ പോയാലും ഒരു രക്ഷയും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇത്രയുമൊക്കെ അറിഞ്ഞിട്ടും മുത്തശ്ശനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാണ് മുത്തശ്ശ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അതിലൊന്നും ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, എന്റെ അടുത്ത അവകാശം മുഴുവൻ ഞാൻ ജയനെ ഏൽപ്പിക്കുകയാണ്, ഈ വീട് ഇതുപോലെ തന്നെ കൊണ്ടുപോകേണ്ടത് ജയന് ഉത്തരവാദിത്തമാണ്, അതുപോലെ തന്നെ നയനമോളെ നീ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം, അതാണ് ഇനി ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടും കഴിയുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ പറയുമ്പം ആദർശ് മുത്തശ്ശ അങ്ങനൊന്നും പറയില്ലെന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മുത്തശ്ശ എന്നിട്ട്, എന്താ മൂന്നുപേരുടെ ഡിസ്കഷൻ, ഞാൻ പറയട്ടെ എന്താണെന്ന്. പെട്ടെന്ന് ആദർശം ഞെട്ടുവാണ്, മുത്തശ്ശി എല്ലാം കേട്ട് കാണോ
മുത്തശ്ശി പറയാണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളല്ലേ, എനിക്ക് മനസ്സിലായി. അതെ, മുത്തശ്ശിന് കുറച്ചു ദിവസമായിട്ട് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഒരുപാടൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. ബാ, നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശിനെയും കൂട്ടി അകത്തേക്ക് പോവാണ്. മുത്തശ്ശൻ പോയതിനു ശേഷം ആദർശൻ ജയനോട് പറയാണ്, അച്ഛാ, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഡോക്ടറെ വീട്ടിലേക്ക് വരുത്താം. അതാകുമ്പം മുത്തശ്ശനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ജയൻ പറയാണ്, നീ പറഞ്ഞത് ശരിയാ, ആ ഡോക്ടർ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കാം, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലോ എന്നിങ്ങനെ അവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശം മുത്തശ്ശും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സോറി ജയനും കൂടെ. ഇതേ സമയത്ത് കാണിക്കുന്നത് നന്ദു കനകത്തിന്റെ ആ ഒരു വീട് ഡോറൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിരുന്നല്ലോ. അനിയും ഇതേ സമയത്ത് തന്നെ നന്ദുവിന് കൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മതിൽ ചാടി ആ ഗ്രൗണ്ടിനുള്ളിലേക്ക് എല്ലാരും കടക്കാണ്. ഈ സമയത്ത് മറ്റേ ആ ടീംസ് വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അനി പറയാണ്, നമുക്ക് ലീഗലായിട്ട് നീങ്ങാം, അതല്ലാതെ അടിയൊന്നും വേണ്ട. അപ്പോഴേക്കും നന്ദു ചോദിക്കാണ്, ലീഗലാകുമ്പോ എങ്ങനെയാ, അവന്മാരുടെ പോയി കാലിൽ ക്ഷമി വെച്ച് ഈ ഗ്രൗണ്ട് വിട്ട് തരണേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കാനോ? അങ്ങനെ പറഞ്ഞ് അനി എല്ലാവരും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു നടക്കൊന്നും പോവില്ല എന്ന് പറഞ്ഞ് നന്ദു ഒക്കെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവന്മാര് പറയാണ്, ഇത് നിന്റെ വീട്ടിൽ നിന്നൊന്നും സ്വന്തം അല്ലല്ലോ, ഇത് പൊതുവിടാണെന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നു, ഈ ഒരു സ്ഥലം ഞങ്ങൾ ഇത് ഇത്ര ആക്കിയെടുക്കാൻ എത്ര പേരെ കയ്യും കാലും പിടിച്ചെന്നറിയാമോ, ഈ രീതിക്കൊക്കെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾ ആർക്കും വിട്ടു തരില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റ് നടക്കാണ് കേട്ടോ, രണ്ട് ടീംസും തമ്മിൽ. ഇതേ സമയത്ത് അനി വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരുത്തൻ നന്ദുവിന് തല്ലാൻ വരുമ്പം അവനെ പിടിച്ച് മറിച്ചിടുമ്പോഴേക്കും വേറൊരുത്തൻ വന്ന് അനിയുടെ തലക്കിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഷോക്കായിട്ട് അനീന്ന് വിളിച്ചുകൊണ്ട് നന്ദു ഓടി വരുന്നു. പോലീസിന്റെ സൗണ്ട് കേട്ടോടനെ ബാക്കി എല്ലാരും ഓടിപ്പോവുകയാണ്. അനീനെയും കൂട്ടിക്കൊണ്ട് നന്ദു പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് അയ്യോ അനീന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തലയിൽ ഇങ്ങനെ കെട്ടൊക്കെ വെച്ച് കൊടുക്കാണ്. അപ്പോഴേക്കും കനവും വരുന്നുണ്ട്. എന്താ മോളെ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അമ്മ പഞ്ഞിയും സാധനമൊക്കെ എടുത്തോണ്ട് വാന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ കനകം പഞ്ഞിയും സാധനം എല്ലാം എടുത്തോണ്ട് വന്നിട്ട് അവനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ മോനെ, എന്താ സംഭവിച്ചെന്ന് പറയുമ്പോഴേക്കും ഓ അഹങ്കാരം, ഇവരോട് ഞാൻ പറഞ്ഞതാ മര്യാദയ്ക്ക് വീട്ടിലെങ്ങാണ് ഇരിക്കാന്. എന്താ മോനെ ചോദിക്കുമ്പോൾ എന്റെ പൊന്നാന്റി ഇവളിങ്ങനെ എടുത്തിയാടി ഇറങ്ങുമ്പോഴേക്കും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ, ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ടാ ഇവളെ അടിക്കാൻ വന്നപ്പോ ഞാൻ അവനെ കയറി അടിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും നന്ദു പറയാണ്, പരിചയമില്ലാത്ത പണിയൊന്നും ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് നന്ദു വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിലുള്ള കെയറിങ് സ്നേഹമൊക്കെ കാണുമ്പോൾ കനം ഇങ്ങനെ മാറി നിന്ന് ആ ഒരു സ്നേഹം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. അതിനുശേഷം അനാമിക അനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴേക്കും നന്ദു ചാടി ഫോൺ എടുക്കാണ്. അപ്പോഴേക്കും അനാമിക ചോദിക്കാണ്, അനി എവിടെയെന്ന്. അതെ, അനി ഇപ്പൊ ചെറിയൊരു തലക്കറിയേറ്റ് ഇവിടെ ഇരിക്കുക, അവന് ഫോൺ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. അനാമിക അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നന്ദുനാണെങ്കിൽ പോലും അനാമിക അനിയെ വിളിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു പൊസസീവ്നെസ്സും എല്ലാം കനകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അനിയെ നന്ദു പറഞ്ഞു വിടുന്നുണ്ട് സ്ട്രെയിൻ ചെയ്യാതെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട്. അപ്പോഴേക്കും കനകൻ ചോദിക്കാണ്, അല്ല നന്ദു എന്താ ഇവിടെ നടക്കുന്നേ? നന്ദു ചോദിക്കാണ്, എന്ത് നടക്കുന്നു? അല്ല, ഇവിടെ ആർക്കെങ്കിലും ഇങ്ങനെ മുറിവൊക്കെ പറ്റിയ നീ മൈൻഡ് പോലും ചെയ്യാറില്ല, അതൊക്കെ മാറിക്കോളെന്ന് പറഞ്ഞ് പോകുന്നോളല്ലേ നീ, പിന്നെ ഇപ്പൊ എന്ത് പറ്റി? എന്തൊരു കെയറിങ് സ്നേഹവാ, അത് മാത്രമല്ല മറ്റേ പെണ്ണ് വിളിച്ചപ്പോ നീ ഇങ്ങനെ കട്ടാക്കി വിട്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറയുമ്പോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോകുമ്പോഴേക്കും നന്ദു ആലോചിക്കാണ്, ശരിക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ നന്ദു ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ആദർശ് മേടിച്ചു കൊടുത്ത നെക്ലേസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും അതുപോലെ തന്നെ ആദർശിന്റെ സ്നേഹ പ്രകടനങ്ങളൊക്കെ അവൾ അതൊക്കെ വിശ്വസിച്ച് സത്യമാണെന്ന് കരുതി അങ്ങ് വല്ലാണ്ടങ്ങ് അതിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നാളെയും അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ്.